അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. നമ്മുടെ കാലാവസ്ഥ പറയുമ്പോൾ ഉണ്ടോ, വെയിലൊക്കെ ഉണ്ട്. കുറേ തുണികൾ ഇന്നലെയായിട്ട് മീനത്തൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നേരം കടന്നു. സമയം 5:30 കേട്ടോ, തിരുമ്പിയിട്ടില്ല. അപ്പോൾ അപ്പൂസിനോട് തന്നെ സോപ്പും പൊടി കൊണ്ടുവരാൻ പറഞ്ഞതാ. അവൻ പോയി വന്നിട്ട് വേണം തിരുമ്പാൻ. ചായ കുടിച്ച് അങ്ങനെ അടിച്ചൊരിക്കും തുടച്ചിടും വേണം. വിളക്കൊക്കെ ആറാകുമ്പോഴേക്ക് നമ്മളിതൊക്കെ തുടയ്ക്കണം. അപ്പോൾ ഞാനിവിടെ അങ്ങനെ പുറത്ത് വന്നിരുന്നതാണ്. അപ്പോൾ രാജേട്ടൻ പണി മാറ്റി വരാറായിട്ടുണ്ട്. അപ്പോൾ ചോറ് വയ്ക്കണം, എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. നമ്മുടെ എന്നത്തെയും പോലെ എല്ലാ പരിപാടിയുണ്ട്. മുറ്റൊക്കെ നടിച്ചു വരും വൃത്തിയാക്കി. മിസ്സീന ഇവിടുന്ന് കടയിൽ നിന്ന് വരുന്നേ. അപ്പോൾ ഈ ബാക്കി പരിപാടികൾ തുടങ്ങട്ടെ. നമ്മളവിടെ ഉള്ള കുട്ടിയാണ്. അപ്പോൾ തുടയ്ക്കണം. ഇനി തുടച്ചിട്ട് വേണം ഇനി പണി തുടങ്ങാൻ. തുടക്കും വേണം, തിരുമ്പും വേണം. അത് കഴിഞ്ഞ് ചോറും കറിയൊക്കെ തിരുന്ന് മീനെന്തെങ്കിലും കൊണ്ടുപോകാറില്ല കേട്ടോ. ചിലപ്പോൾ കൊണ്ടുണ്ടാവും. പിന്നെന്താ, എന്തൊക്കെ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെ മഴയൊക്കെ ഉണ്ടോ എല്ലാവരും അവിടെ? ഇപ്പോൾ കുറച്ച് കുറയുണ്ടാവും, കാരണം ഓണം അടുത്തില്ലേ. അടുത്ത ആഴ്ചയായിട്ട് പിന്നെ അത്തൊക്കെ തുടങ്ങുകയായി അങ്ങനെ. അപ്പം ഞാൻ എന്താ പറയുക, ചോറിന് വെള്ളം വയ്ക്കണം. ചായ കുറച്ച് വയ്ക്കും വേണം, കാരണം രാജേട്ടൻ വരുമ്പോഴേക്കും കട്ടൻ ചായ എടുക്കാൻ വെച്ചിട്ട്. കുറേ തിരുമ്പാനുള്ളതൊക്കെ അവിടെ കൊണ്ടിട്ടുണ്ട്. കുറേ ഇവിടെ ഒഴിഞ്ഞു കേട്ടോ. മറ്റേ ഇവിടെ മുഴുവൻ തുണിയാളിങ്ങോട്ട് നിറഞ്ഞിരുന്നു. പിന്നെ ബാക്കി പണികളൊക്കെ തുടങ്ങണം. നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ കണ്ട നല്ല കോഴികളൊക്കെ ഇനി പുറത്തേക്ക് ഇട്ടുണ്ടാണ്. ഒക്കെ അടി കൂടുകയാണേ. കുട്ടിയുടെ അതിൻ്റെ കുട്ടീനെ കാണാനില്ല. കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടെ അടി കൂടുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ തോന്നുന്നു നമുക്ക് വേണ്ട തോന്നും. ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ചായ വയ്ക്കട്ടെ. സോപ്പും പൊടി ടപ്പൂസേ. അവനെ മറന്ന് ചിലപ്പോൾ സോപ്പായിട്ടാണ് കൊണ്ടുവരും. സോപ്പും പൊടി ആണെങ്കിൽ വേഗം പണി കഴിയുമല്ലോ വെച്ചിട്ട്. അപ്പം ഇനി വേഗം ചായ വയ്ക്കട്ടെ. രാജേട്ടൻ പണി മാറ്റി വന്നോട്ടോ. വന്നപ്പോൾ മീനൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന്. നാളെ മേടിക്കാറട്ടെ. അപ്പം ഞാൻ എന്ത് ചെയ്തറിയോ, നമ്മുടെ മുരിങ്ങയില്ല, ഇത് 2 കൊമ്പ് പൊട്ടിച്ചു. അപ്പോൾ ഒരു കറക്കുള്ളതാണ്. അതിന് മുരിങ്ങ താളിക്കാം. ഉച്ചക്കത്തെ കറികളൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ എന്താ പറയുക, പരിപ്പൊക്കെ ഇട്ടിട്ടൊരു കറി വെച്ചായിരുന്നു. കായും പരിപ്പൊക്കെ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇവർക്ക് വൈകുന്നേരത്തേക്ക് ഇവർക്കത് പറ്റില്ല. അമ്മൂട്ടി എത്തിയിട്ടില്ല. അമ്മൂട്ടി വരുന്നുണ്ട്, പെരുന്തൽമണ്ണ എത്തിയിരുന്നു. ഇപ്പം കോളേജിൽ പരിപാടി ഡാൻസ് പരിപാടിയൊക്കെ ആവുകൊണ്ടേ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ. ഇപ്പം ലാസ്റ്റ് ഇയർ അല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര പൊലിവില്ല. അപ്പം കുറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ട്, കാന്താരി മുളക്. അപ്പം എന്നാൽ മുരിങ്ങ താളിക്കുക. ഉണക്ക മീൻ എന്തെങ്കിലും കൊണ്ടുണ്ടോ? മാന്തളം എന്തെങ്കിലും കൊണ്ടുവന്ന ഉണക്ക മാന്തളം മീനത്തിനെ കൊണ്ട് എനിക്ക് വറക്കാം. അപ്പം അത് ഞാൻ ഉണ്ടായിക്കണം. ചോറിന് ഞാൻ വെള്ളം വെച്ചിട്ടാണ്. തിരുമ്പല കഴിഞ്ഞ് ഇനി ഞാൻ വേഗം അരി ഇട്ടിട്ടില്ല. കുറച്ച് ചോറ് വെച്ചാൽ മതി, കുറച്ചൊന്നുമില്ല. അപ്പം വേഗം ഞാൻ മുരിങ്ങയുടെ കറി ഉണ്ടാക്കിട്ടോ. പിന്നെ മാന്തളം, ഉണക്ക മാന്തളാണ്. അതാ പച്ചമുളക് കയറ്റണം. വളരെ ആദ്യത്തെ കയറിക്കണം. അതൊന്ന് വറുത്തിട്ട് ചോറ് കിട്ടി. പിന്നെ അമ്മൂനെ കോളേജ് പരിപാടിക്ക് മേടിച്ച ബ്ലൗസ് പീസാട്ടോ. നല്ല ഭംഗിയിലെ കളറല്ലേ. കോഫി അല്ലേ, എന്താണ് കോഫി. ഇവരെ ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ട് സെറ്റ് പുതിയതുണ്ട്, മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാച്ചായിട്ട് അടിപൊളി. എല്ലാവരും ഒരേപോലെ ബ്ലൗസ് എടുത്താണ്, ഇതേ കളർ. ഞാൻ ചൂട് കൊടുക്കട്ടെ കേട്ടോ.
ചോറ് കൊടുക്കട്ടെ എല്ലാവരും. ചോറിനെല്ലാം കഴിഞ്ഞു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് കിടക്കണത്. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നല്ല പാടാവും. ചുക്കളായിട്ടില്ല, അതാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതാവട്ടെ വെച്ചിട്ടേ. സമയം ഇപ്പോൾ 9:30 ആയി. അപ്പോൾ ഫുള്ളവിടെ കഴുകി വെച്ചിട്ട് കിടക്കാച്ചിട്ടാണ്. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നൊന്നും പറയാൻ നമുക്കായിട്ടില്ല. നമുക്ക് ചെറിയ ചെറിയ ആൾക്കാരല്ലേ. ഇവിടെ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ലല്ലോ. എന്നാലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിയണ പറഞ്ഞ് നോക്കുമ്പോൾ മക്കരപ്പറമ്പുള്ള നമ്മൾ അറിയും. ഏകദേശമൊക്കെ നമ്മൾ അറിയുന്നതാണ്. എൻ്റെ അമ്മയുടെ വീട് മക്കരപ്പറമ്പാട്ടോ. അപ്പോൾ അറിയുന്ന ഒരാളാണ് തോന്നുന്നുണ്ട്. വെച്ചാൽ എനിക്കങ്ങനെ പരിചയമില്ല. അവരിങ്ങനെ പണിക്കന്മാരടുത്തേക്കങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കിങ്ങനെ അറിയും അവിടെ എന്നൊക്കെ പറഞ്ഞപ്പോഴേ അപ്പോൾ അവരിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഈ വലിയ ഇവർക്കൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടലും വിളിക്കലൊക്കെ പാടുമ്പോൾ അവർക്ക് നമ്മളത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരാൾ വിളിക്കുമ്പോൾ 100 ആൾക്കാർ വിളിച്ച പോലെ ഇത് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതുപോലെ കുറേ ആൾക്കാർ ഇതുപോലെ കമൻ്റ് ഇടലൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ എന്താ വെച്ചിട്ട് അറിയുമോ, ഇനി പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനുള്ള വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാറുണ്ട്. ഈ മുരിങ്ങടല കഴിക്കണം, നമ്മൾ എപ്പോഴും താളിപ്പൊക്കെ ഉണ്ടാക്കണമല്ലേ. അത് പിന്നെ അതൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം നടത്തുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.